സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിലാനൂർ മുതൽ നമ്മൾ ഇത് വളപട്ടണം ഭാഗത്തേക്കാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം അടുത്തേക്ക് എത്തുന്ന അറിയില്ല, അടം വരെ ചെയ്യാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ എടക്കാട് മുതൽ തിലാനൂർ വരെയാണ് വീഡിയോ ചെയ്തത്. ഇപ്പോൾ തിലാനൂർ ഭാഗത്ത് ഒരു വയഡക്റ്റും കൂടി നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പം ഈ കണ്ടത്തിലാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പോൾ കണ്ടത്തിലെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ നിലം സോയിൽ ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞ ശേഷം പിന്നെ ഈ മണ്ണിട്ട് ഉയർത്തിയിട്ട് കൊണ്ടുപോകുന്നത് വിജയകരമല്ലാത്തതിനാൽ കൂരിയാടൊക്കെ അപകടം നടന്നല്ലോ. കൊല്ലത്ത് നടന്നതിന് അപകടം, പിന്നെ കൂരിയാട് അങ്ങനെ മണ്ണിട്ട് ഉയർത്തിയ ഭാഗം അങ്ങനെ ഇടിഞ്ഞിട്ട് ഫുള്ള് രണ്ട് സൈഡിലേക്ക് മാറി. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇളയാവൂർ വയഡക്റ്റിൻ്റെ മുകളിലാണ്. ഇളയാവൂർ വയഡക്റ്റാണ് ഇതിപ്പോൾ. തിലാനൂർ കാണുന്നത് തിലാനൂർ കണ്ടോ അപ്പുറം തിലാനൂരിനാറ്. അപ്പം തിലാനൂർ ഇത് ഇളയാവൂരാണ്, ഇളയാവൂർ ഭാഗത്താണ്. അപ്പോൾ ഡ്രോണിൽ ചിലപ്പോൾ സ്ഥലത്തിൻ്റെ പേരെല്ലാം മിസ്റ്റേക്ക് ആയിട്ടുണ്ടാവും, മാറി പറഞ്ഞിട്ടുണ്ടാവും. ക്ഷമിക്കുക, തെറ്റ് തിരുത്തിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മിനിറ്റിൽ ഓരോരു സ്ഥലം മാറിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് സെറ്റാക്കണം. ആ വയഡക്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ട് കുറേ ആയി, ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി വയഡക്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ട്. അപ്പം ഏകദേശം ഫിനിഷിങ്ങിൽ എത്തിയിട്ടില്ല. ഇനിയും ഇവിടെയുള്ള ക്രാഷ് ബാരിയറിൻ്റെ മറ്റും എല്ലാം വർക്ക് നടക്കാനുണ്ട്. അതിനുശേഷം പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. വയഡക്റ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പം വയഡക്റ്റിൻ്റെ അതായത് ഇവിടുന്ന് എക്സ്റ്റൻഷൻ ചെയ്തതാണ്. ഇതിപ്പോൾ അടുത്താണ് സാങ്ഷൻ ആയത്. അതിനുശേഷം വർക്ക് തുടങ്ങിയിട്ട് പൈലിംഗ് ഒക്കെ ആരംഭിച്ച് പൈലിംഗ് പ്രവർത്തികൾ ഏകദേശം പൂർത്തിയായിച്ചിട്ടുണ്ട്. പിന്നെ പൈലിംഗ് കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ പൈൽ ലോഡ് ടെസ്റ്റിങ് നടക്കുന്നുണ്ട്, കാണാം. ഫൈൽ ഫുള്ള് നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പൈൽ ക്യാപ്പിൻ്റെ പ്രവൃത്തികളാണ് നടക്കാനുള്ളത്. കുറച്ച് ഭാഗം കൂടി ഇനി നടക്കാനുണ്ട് പൈൽ പ്രവൃത്തി. പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ ഇതിൻ്റെ ഭാഗത്തുള്ള പ്രവൃത്തികൾ നടക്കാനുള്ളതാണ്. അപ്പോൾ ഗർഡർ അന്ന് മുതൽ ഞാൻ ഒരു മാസം മുമ്പ് വീഡിയോ ചെയ്തതാണ്. ഗർഡറിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെയും ഒരു ഗർഡറിൻ്റെയും കാസ്റ്റിംഗ് പ്രവർത്തികൾ തുടങ്ങിയിട്ടില്ല. അതാ ഇതിലേക്ക് ആവശ്യമായ ഗർഡറിൻ്റെ കാസ്റ്റിംഗ് പ്രവർത്തികൾ ഇതുവരെയും ഇവിടുന്ന് ആരംഭിച്ച് കാണുന്നില്ല. ഇനിയിപ്പോൾ അതിന് എത്ര വർക്ക് ഉണ്ടറിയാം. അതിന് ഏകദേശം കണ്ണൂർ ബൈപ്പാസ് ഇനിയും രണ്ട് വർഷം നീളം തോന്നുന്നുണ്ട് ഇങ്ങനെ പോയാൽ. ഇവരുടെ ഈ വർക്കിൽ വിശ്വസമുദ്ര ടോട്ടൽ ഇപ്പം വേറൊരു റീച്ച് ഉണ്ട് കൊല്ലം അങ്ങോട്ടേക്കൂടെ വിശ്വസമുദ്രൻ്റെ റീച്ച് അവിടെ വളരെ സ്ലോ ആണ് വർക്ക്. നമുക്ക് നമ്മൾ നേരെ ആകാശ കാഴ്ചയിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, നല്ല സപ്പോർട്ട്. അത് ഈ ഭാഗം ഉണ്ടല്ലോ, വണ്ടി ഓടിച്ചതുണ്ടല്ലോ, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ വണ്ടി ഓടിച്ചിട്ട് വന്നത്. കാരണം എന്താണ്, സ്കിഡായിക്കൊണ്ടുണ്ട് വണ്ടി. കാരണം അവർ വെള്ളം ഫുള്ള് ഇതായിട്ട് പൊടി വാർന്നതിന് വെള്ളം ഏൽപ്പിച്ചിട്ടുണ്ട് ഫുള്ള്. അപ്പം ഫുള്ള് സ്കിഡായിക്കൊണ്ടാണ് വണ്ടി വന്നത്. അത്രയും ഡേഞ്ചർ സോണാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. നല്ല ചൂടാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ ആകാശ കാഴ്ചയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, തിലാനൂർ മുതലാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവസാനിച്ച സ്ഥലമാണിത് തിലാനൂർ. വീഡിയോ ലെങ്ത്ത് കൂടുതലൊന്നും അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ചതാണ്, ഷോർട്ടാക്കിയതാണ്. നിലവിൽ ഈ ഭാഗത്ത് വയഡക്റ്റിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പൈലിംഗ് പ്രവൃത്തികൾ ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. പിന്നെ പൈൽ ക്യാപ്പ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പൈൽ പ്രവൃത്തികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗം വേണ്ട, ഇവിടെ എല്ലാം പൈലിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നടക്കേണ്ടത് പൈൽ ക്യാപ്പിൻ്റെ പ്രവൃത്തികളാണ്. അപ്പം എൻ്റെ ഇടതുവശത്ത് ഈ ഭാഗത്ത് ഫുള്ള് ഗർഡർ സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചതായിരുന്നു ഒരു മാസം മുമ്പ്. പക്ഷേ ഒരു ഗർഡറിൻ്റെ കാസ്റ്റിംഗ് പ്രവൃത്തികൾ പോലും ഇതുവരെയും ആരംഭിച്ചിട്ട് കാണുന്നില്ല. ജസ്റ്റ് കമ്പി നേരത്തെ വളച്ച് വെച്ച ആ രീതിയിൽ തന്നെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെയും കാസ്റ്റിംഗ് ജോലികൾ ആരംഭിച്ചിട്ടില്ല. ഈ ഭാഗത്തൊക്കെ ഇനി പൈലിംഗ് പ്രവൃത്തികൾ നടക്കാനാണ് പറഞ്ഞത്. ഏകദേശം നടന്നിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. തിലാനൂർ കണ്ടം ഈ ഭാഗത്ത് വളരെ ചതുപ്പായതുകൊണ്ട് തന്നെ കൂരിയാട് ഭാഗത്തൊക്കെ ഈ മണ്ണിട്ട് ഉയർത്തി മണ്ണിടിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇപ്പം നിലവിൽ ഈ ഭാഗത്തൊക്കെ വയഡക്റ്റിൻ്റെ എക്സ്റ്റൻഷൻ ചെയ്തത്. ഇതൊക്കെ നീളം കൂട്ടിയത് ഇവിടെ എല്ലാം ഫുള്ള് വയഡക്റ്റിൻ്റെ
പൈലിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞതാണ്, നിങ്ങൾക്ക് കാണാം ഇവിടെല്ലാം പൈലിംഗ് ജോലികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൈൽ ക്യാപ്പ് പ്രവൃത്തികൾ നടക്കാനുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ളൊരു വയഡക്റ്റാണിത്. അപ്പം നിരവധി, അതായത് കണ്ണൂർ ബൈപ്പാസിലും പിന്നെ തളിപ്പറമ്പ് ബൈപ്പാസിലും ഒക്കെ നിരവധി വയഡക്റ്റുകൾക്ക് നീളം കൂട്ടിക്കൊടുത്തിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി. അപ്പം കണ്ണൂർ ബൈപ്പാസിലുണ്ടോയെന്നറിയില്ല, പക്ഷേ തളിപ്പറമ്പ് ബൈപ്പാസിലുണ്ട്. ചിലാനൂർ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തും കുറേ ആയി ഇതേ രീതിയിൽ പ്രവൃത്തി കഴിഞ്ഞിട്ട്. അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തി നിലയിലെത്തിയിട്ട് കുറേ ആയി. ഇപ്പോഴും അതേ നിലയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്തും അതേപോലെ തന്നെ വർക്ക് നടക്കുന്നുണ്ട്, കാണാം. പ്രവൃത്തികൾ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അന്ന് നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു. റീറ്റൈൻ RE പാനൽ വെച്ചിട്ട് മണ്ണിട്ട് വരുന്ന വർക്ക് മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ്. ഇപ്പോഴും അതേ നിലയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക്. നമ്മൾ ഏകദേശം മട്ടലായി ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടെല്ലാം നല്ല രീതിയിൽ പ്രവർത്തികൾ ഇത് ഏകദേശം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ലെയർ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളെ കണ്ണൂർ ഇൻഡോർ സ്റ്റേഡിയം. സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്താക്കണം അറിയോ, മെൻഷൻ ചെയ്യാം കേട്ടോ സ്ക്രീനിൽ. പിന്നീട് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഈ ഭാഗത്തൊക്കെ ഈ രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ കേബിളുണ്ട്, ഏത് താഴ്ത്തിയെന്നല്ല, കേബിൾ പാസിങ് ഉണ്ടോ. പെട്ടെന്ന് ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ മറന്നു പോകുന്നു, അതാണ് മെയിൻ പ്രശ്നം. ഇത് നമ്മളെ ഈ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മളെ ചതുപ്പ് സ്ഥലം ആരംഭിക്കുന്ന ഭാഗം. ഇവിടെല്ലാം ഇപ്പം റീറ്റൈൻ വാള് ഉയർത്തിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഇവിടെയെല്ലാം കുറച്ച് ഭാഗം വയഡക്റ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അന്ന് മണ്ണ് ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈ ഭാഗത്ത്. കമ്പി ഉണ്ടോ, ഫുള്ള് കമ്പി. അതെല്ലാം ഇപ്പോഴും ഇങ്ങനെ തന്നെ കാണുന്നുണ്ട്. നേരെ ഗ്രൗണ്ട് വീഡിയോ നമുക്ക് നോക്കാം. വിളയവർ കഴിഞ്ഞിട്ടുള്ളത് ഈ ഭാഗം കണ്ടോ, ഇത്രയുണ്ട്.
എല്ലാം റീറ്റെയിൻ വാൾ പൊക്കിയിട്ട് കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് അപ്പുറത്ത് മണ്ണടിച്ചിട്ടുണ്ടാവാതിരിക്കാൻ റീറ്റെയിൻ വാൾ പൊക്കുന്നുണ്ട്. കണ്ട ഫുള്ള് സോയിൽ നെയിൽ ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പുറമെല്ലാം റീറ്റെയിൻ വാൾ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തും റീറ്റെയിൻ വാൾ കെട്ടുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ടാകുന്ന ഭാഗമാണ്. അപ്പം മഴയ്ക്ക് മുന്നേ റീറ്റെയിൻ വാളൊക്കെ ഉയർത്തി കഴിഞ്ഞാൽ നല്ലതാണ്. എല്ലാം സോയിൽ നെയിൽ ചെയ്ത ഭാഗമാണ് കേട്ടോ. ഫുള്ള് സോയിൽ നെയിൽ ചെയ്ത ഭാഗമാണ്. കമ്പി കാണുന്നുണ്ടല്ലോ, ഫുള്ള് മണ്ണിടിച്ചിൽ ഉണ്ടായതുകൊണ്ട് വീണ്ടും ഇവിടെ റീറ്റെയിൻ വാൾ കെട്ടുന്നുണ്ട് നല്ല ഹൈറ്റിൽ. വീടിന്ന് അങ്ങോട്ടേക്ക് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ വഴി ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് കറങ്ങിയിട്ട് നമുക്ക് നമ്മളെ മുണ്ടയാട് ഭാഗത്തേക്ക് എത്തേണ്ടി വരും തോന്നുന്നു നമുക്ക് വന്നേ. ഓക്കെ, നോക്കാം നമുക്ക് ഇടം വരെ എത്തുന്നു. സുഹൃത്തുക്കളെ, മുണ്ടയാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഈ ഭാരം ഭാഗം ഉണ്ടല്ലോ, ഭാരം ഭാഗം ഈ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക് തുടങ്ങിയിട്ട് മറിയായി ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എപ്പോൾ എത്തുമെന്ന് അറിയില്ല. ഒരു മാസം മുമ്പ് ഇവിടെ ഫൗണ്ടേഷനെല്ലാം കഴിഞ്ഞിട്ട് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചതാണ്. പക്ഷേ ഇപ്പോഴും ഈ ഭാഗങ്ങളിൽ ഇതേ പ്രവൃത്തി തന്നെ തുടരുന്നുണ്ട്. ഇപ്പം താഴെ ഭാഗം ഒരു MNP, ഒരു ബ്രിഡ്ജ്, വെള്ളം പോകുന്നൊരു പാലും പിന്നെ ഒരു അണ്ടർപാസ്സാണ് കൂടിയാണ് ഇവിടെ. രണ്ടും കൂടിയുള്ള സ്ഥലമാണിത്, വാരം. ഇപ്പം ഈ ഭാഗത്ത് ഒരു സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജ് രണ്ട് ഭാഗത്തും നിർമ്മിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു പ്രാവശ്യം വരുമ്പോൾ ഞാൻ കുറേ വട്ടം കറങ്ങിയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയത്, നമ്മൾ പുല്ലുപ്പി ഭാഗത്തേക്ക് പോയത്. ഇപ്പം നിലവിൽ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പം മുണ്ടയാട് കഴിഞ്ഞിട്ടുള്ള ആ ബ്രിഡ്ജിന് ശേഷം ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെ ഏകദേശം ഇനിയും കുറേ നീളും കണ്ണൂർ ബൈപ്പാസിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇനിയും പുല്ലുപ്പിക്കടവ് ആരംഭിക്കുന്ന ഭാഗമാണിത്. ഇവിടുന്ന് അങ്ങോട്ടാണ് പുല്ലുപ്പിക്കടവ് കണ്ടം തുടങ്ങുന്നത്. ഇവിടെ റീറ്റെയിൻ വാള് ഒക്കെ പൊന്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ലെവലിലായിരിക്കും റോഡ് വരുന്നത്. ചിലപ്പം എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചിലപ്പോൾ വയഡക്റ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം സോയിൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇങ്ങനെ പെൻഡിങ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഇല്ലേ, ആ ഭാഗത്ത് റീറ്റെയിൻ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട്. നേരത്തെ സോയിൽ നെയിൽ ചെയ്ത ഭാഗമാണ്, അവിടെ റീറ്റെയിൻ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട്. കാരണം പറഞ്ഞാൽ സോയിൽ നെയിൽ ചെയ്ത ഭാഗം ഫുള്ള് മണ്ണ് ചേടി ഭാഗമാണ്. ഈ സോയിൽ നെയിൽ ചെയ്ത ആ ഭാഗം ഫുള്ള് വീണ്ടും റീറ്റെയിൻ വാൾ വർക്ക് നടക്കുന്നത് കണ്ട. കാരണം ഇതാണ് ഇവരുടെ പണിയെല്ലാം ഫുള്ള് ഫ്ലോഫ് ആയിട്ടുള്ളത്. ഇങ്ങനത്തെ എക്സ്ട്രാ പണി വരുമ്പോഴാണ് ഇവരുടെ വർക്കെല്ലാം ഫുള്ള് ലോങ് കൂടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. ഇതാണ് ഈ ഭാഗത്തെല്ലാം, അങ്ങനത്തെ എല്ലാ സ്ഥലത്തെയാണ് ഈ നാഷണൽ ഹൈവേ ബൈപ്പാസ് കടന്നു പോകുന്നുള്ളത്. നമുക്കിനി അങ്ങോട്ടേക്ക് പോയിട്ട് നോക്കാം എന്ത് കഥയെന്ന്. ഈ പുല്ലുപ്പി കണ്ടം ഭാഗം കൊണ്ടാ ഇതാണ്. ഇവിടം വരെ റീറ്റെയിൻ വാൾ എൻഡായിട്ടുണ്ട് ആണോ. ഇവിടം വരെ റീറ്റെയിൻ വാൾ എൻഡായിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ വരണ്ടാകുന്നത് സ്ലോപ്പായിട്ട്. നമുക്ക് തോന്നുന്ന എന്തോ ചിലപ്പോൾ വയഡക്റ്റിൻ്റെ ചാൻസ് കാണുന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റിൽ മണ്ണ് ഉയർത്തുമ്പോൾ ചിലപ്പോൾ മണ്ണ് ചതുപ്പ് ഭാഗമായതുകൊണ്ട് ചിലപ്പോൾ മണ്ണ് അമരാൻ ചാൻസ് ഉള്ളത്. ചിലപ്പോൾ ഇവിടെ വയഡക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. പക്ഷേ ഇവിടുത്തെ അറിയില്ല എന്ത് കഥയെന്ന്. നമുക്ക് വന്നിട്ട് അറിയാം ഇവിടെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു സോയിൽ ടെസ്റ്റിങ് നടക്കുന്നുണ്ടായിന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതാണ് സോയിൽ ടെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനിയും കുറച്ച് വർക്ക് നീളും. അടുത്തെല്ലാം മണ്ണിൻ്റെ റിപ്പോർട്ടെല്ലാം കിട്ടണമല്ലോ ഇവർക്ക്. അപ്പം എങ്ങനെയാണ് മണ്ണ് അടി എല്ലാ സ്ഥിതിയെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർ ബാക്കിയുള്ള പ്രവൃത്തികൾ നടക്കും. ഓക്കെ, ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക്. ഈ ഭാഗത്തും പുതിയ പ്രവൃത്തികളൊന്നും നടന്നായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ വെറുതെ ആകാശക്കാഴ്ചയൊന്നും കാര്യമില്ല. നമുക്ക് ഏതായാലും വീഡിയോ എടുക്കാം, ഇങ്ങനെ ഗ്രൗണ്ട് വീഡിയോ എടുത്ത് കാണിക്കാം. ഓക്കെ, അതാണ് പുല്ലുപ്പിക്കടവ് കണ്ടത്തിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കെല്ലാം നിർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം തന്നെ അന്ന് ഉള്ള അതേ വർക്ക് തന്നെ കാണുന്നില്ല ഇപ്പോൾ. ഇടിയൻ എന്തോ ചാമ്പിട്ടുണ്ട് ഇവിടെ, നോക്കാം
എന്ത് ജാമ്യ എന്തില്ലാലോ ഇല്ല. ഇവിടെ പിന്നെ അധികം ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് മണ്ണ് ഫില്ല് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകും. കുറേ ഹൈറ്റ് കാണുന്നില്ല. പിന്നെ ഇവിടെ നേരത്തെ മുമ്പ് ഇങ്ങനെയാണ് പോയത്. ഇവിടുന്ന് പിന്നെ ഹൈറ്റ് ചിലപ്പോൾ പറയാൻ പറ്റില്ല. എന്താ പറയുക, അപ്പുറം ഒരു വയഡക്റ്റ് ഉണ്ടല്ലോ, ആ വയഡക്റ്റിലേക്ക് ടച്ച് ചെയ്യാൻ നല്ലോണം മണ്ണിട്ട് ഉയർത്തേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവർ ആ വയഡക്റ്റ് ഉണ്ടല്ലോ, ആ വയഡക്റ്റും കുറച്ച് ഹൈറ്റ് ഉണ്ട്. ചിലപ്പോൾ എക്സ്റ്റൻഷൻ ആയിനെന്നറിയില്ല, മണ്ണിട്ട് ഉയർത്തോ എന്തെന്ന് കഥ അറിയില്ല. ഇവിടെയും അന്ന് സോയിൽ ടെസ്റ്റിംഗ് നടന്നതാണ്. വലിയ മാറ്റമില്ലാതെ തുടരുകയാണ് ഈ ഭാഗം. ഞാനിപ്പോൾ വീട് ചെയ്തിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലായി. മനസ്സിലാകാം. ഏപ്രിൽ ഫുള്ളായി 9-ാം തീയതി, അതായത് 1 മാസം 20 ദിവസമായി ഈ ഭാഗത്ത് വീട് ചെയ്തിട്ട്. അപ്പം ഇനിയും ഈ ബൈപ്പാസ് നീണ്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ വയഡക്റ്റാണ്. വയഡക്റ്റിൻ്റെ പെയിൻറ്റിങ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഫുള്ള് പെയിൻറ്റിങ് വർക്കെല്ലാം കഴിഞ്ഞ് ജോലിക്കാരൊന്നും ഇല്ല കേട്ടാ കൂടുതലിവിടെ. എനിക്ക് തോന്നുന്നേ ഇവരെ വർക്ക് എനിക്ക് തോന്നുന്നേ വെസ്റ്റ് ബംഗാൾ തെരഞ്ഞെടുപ്പല്ലേ, SIR എല്ലാം നടക്കുന്നത് കൊണ്ട് എനിക്കൊന്ന് പണിക്കാരെല്ലാം പോയിന്ന് തോന്നുന്നു. ഒരു പണിക്കാരും കാണുന്നില്ല ഇവിടെ. വർക്കൊന്നും നടക്കുന്നില്ല. ആ കുറച്ച് വർക്ക് നടക്കുന്നുള്ളത് തന്നെ നമ്മളെ കണ്ണൂർ നമ്മളെ എന്താ പറയുന്നത് ബൈപ്പാസ് സ്റ്റാർട്ട് ആകുന്നില്ല ആ സ്ഥലം. പേര് കിട്ടുന്നില്ല ഇപ്പൊ നേരെ ഇവിടെ. ആ സ്ഥലത്ത് ആടെയാണ് കുറച്ച് വർക്ക് നടക്കുന്നുള്ളത്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് ഇത്ര തന്നെ വേറെ എവിടെ വർക്ക് അങ്ങനെ നടക്കുന്നതായിട്ടും കാണുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇവർക്ക് ലേബർ ഷോർട്ടേജ് നല്ലോണം ഉണ്ട് തോന്നുന്നു. ഇതാണ് നമ്മളെ പുല്ലുപ്പിക്കടവ് പുഴ. ഇവിടെല്ലാം കുറേ വർക്ക് നടക്കാനുണ്ട്. മണ്ണിട്ട് ഉയർത്താൻ തന്നെ ഉണ്ട് ഇവിടെല്ലാം കുറേ. എല്ലാം പെൻഡിങ്ങിലാണല്ലോ ഫുള്ള് വർക്ക്. അങ്ങനെ തന്നെ ഉണ്ട്. ഒരു കാര്യമില്ല വേഗം വരുന്നത്. ഒരു 2-3 മാസമെല്ലാം കഴിയണം നമുക്ക് ഒരു അപ്ഡേഷൻ കിട്ടണമെങ്കിൽ. ഈ ഭാഗത്തെല്ലാം നമുക്ക് തോന്നുന്നത് ഈ ഭാഗമെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വരുമ്പോൾ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഉണ്ട് ഇപ്പോൾ. പിന്നെ ഇവിടെ എല്ലാം ഡ്രോണ് വിട്ടിട്ട് ഒരു കാര്യമില്ല. ഡ്രോണിന്റെ ചാർജ് കളിന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. ഇത് മോളിൽ നിന്ന് കാണുന്നതും താഴ്ന്ന് കാണുന്നല്ലോ ഒരേപോലെ. ഡ്രോൺ കാഴ്ച ചെയ്യാൻ പറ്റുന്നിടത്ത് ചെയ്യും കേട്ടോ. നമുക്ക് വളപട്ടണം പാലത്തിൻ്റെ എല്ലാം ഡ്രോൺ കാഴ്ച ചെയ്യാനുണ്ട്. ഇതണ്ട ഇതിന് മുകളിലെ വേണം പോവാം, ഇതിലെ താഴെ വേണമെങ്കിലും പോവാം. നമുക്ക് മുകളിൽ തന്നെ പോയേക്കാം. ഒരു അണ്ടർപാസ്സാണ്. ഇവിടെ കുറച്ച് വർക്ക് ഉണ്ട്. റീടെൻ വാളിൻ്റെ വർക്ക് ഉണ്ട് ഇടല്ലോ. ഇവരെ ഇത് ഇവിടെ വന്നിന് എന്ത് ഇൻ്റർലോക്ക് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഈ വാള് കെട്ടേണ്ട ഇൻ്റർലോക്ക് ചെയ്യുന്ന എല്ലാം ഇവിടെയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാം ഇവിടെയാണ്. ഇവിടെ എല്ലാം അങ്ങോളം അങ്ങനെ തന്നെ കേട്ടാ. അവിടെ ഒരു ഓവർപാസ് ഉണ്ടോ അവിടെ വരെ ഇങ്ങനെ തന്നെയാണ്. ഇത് ഇവിടെ എല്ലാം ആയി ഇത്ര തന്നെ. മണ്ണ് ഇനി കുറച്ച് പൊക്കാനുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഓക്കെയാണ്. ഇനിയിപ്പോൾ മണ്ണ് ജെല്ലിയെല്ലാം ഇട്ടിട്ട് ഇനി GSP മെറ്റലിട്ടിട്ട് ലെവൽ ചെയ്യേണ്ടതേ ഉള്ളൂ. ഇവിടെല്ലാം ഇവിടുത്തെല്ലാം ഏകദേശം കഴിഞ്ഞ്. ഇവിടെ ഇനി മണ്ണിട്ട് ഉയർത്താനില്ല. ഓക്കെ. സ്കൂള് കൗസർ ഇംഗ്ലീഷ് സ്കൂൾ ഉണ്ടല്ലോ, അത് ഇവർക്ക് നല്ലൊരു റോഡായിട്ട് മാറും. ഇവിടെ നിങ്ങൾക്കൊക്കെ ടച്ച് ആയാൽ ബൈപ്പാസ്. ഓക്കെ. ഇത് മറ്റേ സ്കൂള് കൗസർ ഇംഗ്ലീഷ് സ്കൂൾ ഉണ്ടല്ലോ, അത് ഇവർക്ക് നല്ലൊരു റോഡായിട്ട് മാറും. ഇവിടെ നിങ്ങൾക്കൊക്കെ ടച്ച് ആയാൽ ബൈപ്പാസ്. ഓവർപാസ്സാണ്.
ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു വയഡക്റ്റ്, കുറച്ച് ഭാഗം വയഡക്റ്റാണ്. വയഡക്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കുറേ ആയിട്ടാ, കുറേ ആയി വയഡക്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ട്. ഇതിനെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം നടക്കാനുള്ളത്. കുറച്ച് ഭാഗം മണ്ണിട്ട് ഉയർത്താനേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞ്. ഇനിയിപ്പോൾ വയഡക്റ്റ് താഴെയാണ് പോകേണ്ടത്. അന്ന് വയഡക്റ്റ് കഴിഞ്ഞ് നേരെ റോഡിലേക്ക് കയറുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഉണ്ട് ഇപ്പോട്ടാ, ഒരു മാറ്റമില്ല. ഓക്കെ, ഞാൻ വെച്ചാൽ 1.5 മാസം മുമ്പ് ഇവിടെ എല്ലാം മാറ്റം വന്നിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. ഒരു മാറ്റവും ഇല്ല കേട്ടോ. കാരണം വെറുതെ അല്ല ആൾക്കാർ ഇവിടെ വീഡിയോ ചെയ്യാൻ വരാത്തത്. ഇവിടുത്തെല്ലാം വീഡിയോ ചെയ്യണമെങ്കിൽ അത്ര പണിയുണ്ട്, ഒരു അപ്ഡേഷനും ഇല്ല. അക്കാരണത്താലാണ് ഈ ഭാഗത്ത് ആരും വീഡിയോ ചെയ്യാൻ വരാത്തതെന്നാണ് തോന്നുന്നത്. നിങ്ങളെ റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ ചൂടെല്ലാം ഞാൻ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പ്രവാസി സുഹൃത്തുക്കളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ അവസ്ഥ നമുക്കറിയാം. നാടെല്ലാം പണിൻ്റെ എല്ലാം, ചില ആൾക്കാർക്കൊന്നും പണിയില്ല. അങ്ങനെല്ലാം നമ്മളെ നാട്ടിലെന്തെല്ലാം നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പെട്രോളിൻ്റെ വില എന്ത് കഥ അറിയില്ല, കൂടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇനിക്കാട്ടി എക്സ്പെൻസ് കൂടും നമുക്ക് ചിലവ്. 28 രൂപ എല്ലാം പെട്രോളിന് കൂടുന്നതെന്ന് പറഞ്ഞിട്ടത്. ഈ ബൈപ്പാസ് എല്ലാം ഓൺ ആയെങ്കിലല്ലോ നമ്മളെ യാത്രയിൽ എത്ര സുഖമായിരിക്കും അറിയും. ആ കണ്ണൂർ ടൗണിലുള്ള യാത്ര ഉണ്ടല്ലോ വളരെ ദുഃഖകരമാണ്. എന്തെന്ന് പറഞ്ഞാൽ ഒരു റോഡ് തീരെ അലൈൻമെന്റ് തീരെ ശരിയില്ല. അല്ലെങ്കിൽ ഭയങ്കര കുണ്ടും കുഴിയും പോലത്തെ റോഡ്. കുണ്ടും കുഴിയൊന്നുമില്ല, പക്ഷെ അങ്ങനത്തെ റഫ് റോഡ്. വണ്ടിയെല്ലാം പോയിട്ടില്ല, മെൽറ്റായി പോയി. വലിയ ട്രക്കുകൾ ഇതെല്ലാം ലോറി ഇതെല്ലാം പോയിട്ടുണ്ടല്ലോ. അങ്ങനെ റോഡ് മെൽറ്റായിട്ടില്ല, അമർന്നു പോയി. ഇങ്ങനെ പിസ്കിപ്പോയിന് റോഡ്, പിസ്കിപ്പോയിന്ന് അറിയുന്നില്ലേ, അതന്നെ അങ്ങനത്തെ രീതിയിലാണ് ആയിട്ടുള്ളതല്ല. അപ്പം ആ അടുത്ത വയഡക്റ്റ് എത്താനായിട്ടുണ്ട്. അപ്പം നമ്മൾ വളപട്ടണം, ഏകദേശം വളപട്ടണം എത്താനായിട്ടുണ്ട്. കഴിഞ്ഞ മാസമുള്ള അതേ രീതിയിൽ, അന്നേ ആ കഴിഞ്ഞ വീട് ചെയ്യുമ്പോഴുള്ള അതേ രീതിയിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. ഇനി നമുക്ക് മെയിൻ നോക്കാനുള്ളത് എന്തോ വളപട്ടണം പാലത്തിൻ്റെ വിശേഷമാണ് നോക്കാനുള്ളത്. അവിടെ എന്തെങ്കിലും മാറ്റം എന്തിനാന്ന് നോക്കാം നമുക്ക്. വേറെ ഈ ഭാഗത്ത് വേറെ ഒരു മാറ്റം ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് വീഡിയോ അവസാനിക്കാം. ഇവിടുന്ന് നമുക്ക് നേരെ ആകാശ കാഴ്ചയിലേക്ക് പോകാം സുഹൃത്തുക്കൾ. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ പുല്ലുപ്പിക്കടവ് ഭാഗം ഉണ്ടല്ലോ, വലിയ മാറ്റമൊന്നും ഇല്ലാതെ തുടരുകയാണ്. പുല്ലുപ്പിക്കടവ് ഭാഗം കണ്ണൂർ ബൈപ്പാസിൻ്റെ ഒരു പ്രധാന പെട്ട സ്ഥലമാണ് ഇത്. ഫുള്ള് കണ്ടൽ കാടുള്ള ഈ ഭാഗമാണ്. തികച്ചും ചതുപ്പ് നിലയത്തിൽ ഇത് നിർമ്മാണം അത്രയും ഒരു നടന്നത്. മണ്ണിട്ട് പോയത് ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വർക്ക് കുറച്ച് പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. എന്തൊന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ ഇവിടം വരെയാണ് ഗ്രൗണ്ട് വീഡിയോ ചെയ്തത്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കാം ബാക്കിയുള്ള എന്താണ് പുതിയ അപ്ഡേഷന്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വയഡക്റ്റാണ്. വയഡക്റ്റിന് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി. ഇനിയിപ്പോൾ നമുക്ക് മെയിനുള്ളത് വളപട്ടണം പുഴ കുറുകെ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ പ്രവർത്തികൾ എവിടെ എത്തിയെന്ന് അറിയാനാണ്. എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും എത്ര വരെ പണി നടത്തിയിട്ടുണ്ടെന്ന്. നമുക്ക് നോക്കാം. നല്ല കാറ്റുണ്ട്. അപ്പം അതിൻ്റെ കാറ്റിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ഡ്രോൺ വരുന്നുള്ളത്. നല്ല മനോഹരമായ കാഴ്ച, കണ്ണുക്ക് കുളിർ കാഴ്ച നൽകുന്ന സ്ഥലം കൂടിയാണ് ഈ ഭാഗം. ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും അതേ നിലയിൽ തന്നെയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കാണുമ്പോൾ എങ്ങനെ ഉണ്ടായത് അതേ രീതിയിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നുള്ളത്. റീറ്റൻ വാളൊക്കെ കെട്ടാനുണ്ട്. ഇവിടെ ബാക്കി വന്ന നേരത്തെ കഴിഞ്ഞ അതേ പ്രവൃത്തി തന്നെയുണ്ട്. JSP മെറ്റലിട്ട ആ ഭാഗം ഇപ്പോഴും അങ്ങനെ തന്നെയാണുള്ളത്. ഇപ്പം പിന്നെ ഉള്ളത് ഇവിടെ ഒരു ഇലക്ട്രിക് വലിയ ഹൈ ടെൻഷൻ കേബിൾ ക്രോസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു കേബിള് നമുക്ക് തോന്നുന്ന ഒരു പാരയായിട്ട് വരും തോന്നുന്നു. ചിലപ്പോൾ ഇത് ഈ ക്രോസ് ചെയ്യുന്ന കേബിൾ ഉണ്ടല്ലോ, ഈ കേബിൾ കുറച്ച് പണിയാവുന്ന പോലെയാണ് തോന്നുന്നുള്ളത്. അല്ലെങ്കിൽ ഈ കേബിളിൻ്റെ താഴെയുള്ള കേബിളിൻ്റെ ഹൈറ്റും ഈ പാലത്തിൻ്റെ ഇതുണ്ടാ
മെയിൻ ഭാഗവും അതേപോലെ തന്നെയാണുള്ളത്. ഹൈറ്റ് കുറച്ച് താണ പോലെയാണ് കാണുന്നുള്ളത്. ഇപ്പോൾ ഈ നമ്മുടെ എന്ത് പെരിയാട്ടെടുക്കുന്ന ഭാഗത്ത് ഉയർത്തിയിട്ടുണ്ടായില്ല, അതേപോലെ ഇവിടെ നമുക്ക് തോന്നുന്നു ഉയർത്തേണ്ടി വരും തോന്നുന്നു. അതാണ് നമ്മുടെ വളപട്ടണം പാലത്തിൻ്റെ അപ്ഡേഷൻ. ഇവിടെ ഇനി 2 സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട്. ഇതല്ല, ഞാനിപ്പോൾ കേബിളിൻ്റെ അടുത്താണുള്ളത് കേട്ടോ. കേബിളിൻ്റെ മുകളിലാണ് എൻ്റെ ക്യാമറ ഉള്ളത്. ലോറി വരുന്നുണ്ട്, ചിലപ്പോൾ അടുത്തേക്കൊന്നല്ല പോകുന്നത്. അങ്ങനെ നമ്മളെ വളപട്ടം പാലത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് മാത്രമാണ് ഇനി ഗർഡർ സ്ഥാപിക്കാനുള്ളത്. ഏകദേശം മുഴുവനായിട്ടുള്ള ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ ആ ഒരു ഏറ്റവും നീളം കൂടിയ ഗർഡറാണ് ഇനി സെറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ ഫൈലിങ് ജോലി നടക്കുന്നുള്ളതാണ്. ഇതിപ്പോൾ സെൻറ്റർ ഭാഗത്ത് എന്തോ പ്രവൃത്തികളുണ്ട്. എന്തെന്നറിയില്ല, ചിലപ്പോൾ നമുക്ക് തോന്നേ ഈ ക്രെയിന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം എന്തെങ്കിലുമായിരിക്കും. ഈ ക്രെയിന് ഇപ്പുറത്തേക്ക് സെറ്റാവണമല്ലോ, സെൻറ്ററിലേക്ക് താക്കത്തിനായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഭാഗം നടക്കുന്നുണ്ട് പ്രവൃത്തി. ബാക്കിയുള്ള ഗർഡറെല്ലാം ലോഞ്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലോഞ്ചിങ് ചെയ്ത ഗർഡറിൻ്റെ മുകളിൽ ഷട്ടറിങ് പ്രവൃത്തികളും പിന്നെ കോൺക്രീറ്റ് പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ അപ്പുറത്തെ 2 ഭാഗത്തെ ഷട്ടറിങ് പ്രവൃത്തികൾ നടക്കാനുണ്ട്. ഇവിടെയുള്ള ഷട്ടറിങ് പ്രവൃത്തി നടന്ന് ഇനി കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കാനുണ്ട്. ഇതാണ് മോനെ വളപട്ടണം പാലത്തിൻ്റെ അടിപൊളി കാഴ്ച. എല്ലാം ഇതൊക്കെ റെഡിയായെങ്കിൽ ഒരു ഭാഗം കൂടി ഇവർ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ, പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ, കണ്ണൂരിലെ കുറച്ച് ഭാഗം യാത്രക്ക് കുറച്ച് ഇത് വരും. ഈ പാലം ഓപ്പൺ ആയാൽ ഇവിടെയെല്ലാം ഇനി മണ്ണ് ഫില്ല് ചെയ്ത് ഉയർത്തി കൊണ്ടുവരേണ്ട പണിയാണ് നടക്കാനുള്ളത്. ഇനി റീടൈൻ വാൾ ഉയർത്താനുണ്ട് ഈ ഭാഗത്ത്. സുഹൃത്തുക്കളെ, വളപട്ടണം പുഴയുടെ കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. എൻ്റെ വണ്ടി ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. പാലത്തിൻ്റെ മുകളിൽ ആദ്യമായിട്ടാണ് കയറിയത്. അപ്പം വേണ്ട, ഫുള്ള് വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സെൻറ്റർ ഭാഗത്തെ ഗർഡർ, സ്റ്റീൽ ഗർഡറാണ് സെറ്റ് ചെയ്യാനുള്ളത്. അതിനുള്ള പ്രവൃത്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയല്ലേ, നല്ല വേഗത്തിൽ വർക്ക് സ്പീഡിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ കണ്ണൂർ ബൈപ്പാസിന് ഇനി 3 വർഷം കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് പുല്ലുപ്പിക്കടവ് ഭാഗത്ത് ഈ ഇത് നടക്കുന്നുണ്ടല്ലോ, ഫുള്ള് ഗ്രൗണ്ട് വർക്ക് നടക്കുന്ന ഈ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗമൊക്കെ ക്യാൻസൽ ചെയ്ത് അവിടെയൊക്കെ വയഡക്റ്റ് പ്രവൃത്തികളാണ് ഇനി നടക്കാനുള്ളത്. അതുകൊണ്ട് 3 വർഷം ഇവർക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ അതിൻ്റെ സാങ്ഷൻ എല്ലാം ആകുന്നുണ്ട്. ഈ മണ്ണിട്ട് ഉയർത്തി കൊണ്ടുപോകുന്ന ഭാഗം അങ്ങനെ ഇനി മണ്ണിട്ട് ഉയർത്തി കൊണ്ടുപോകുന്നില്ല. ആ ഭാഗം ഫുള്ള് വയഡക്റ്റിൻ്റെ നിർമ്മാണം ഇനി നടക്കും. ഇപ്പം നമ്മുടെ തീലാനൂർ ഭാഗത്തെ പൈലിംഗ് വർക്കിന് ശേഷം ഈ ഭാഗത്ത് പൈലിംഗ് വർക്കുകൾ ആരംഭിക്കുമെന്നാണ് ഇവിടുന്ന് കിട്ടിയ വിവരങ്ങൾ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഫോളോ ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ. അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ എല്ലാ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.